നമസ്കാരം. അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചകൾ തുടരുകയാണ് എങ്കിലും ഇറാനിൽ ഇപ്പോൾ സംഘർഷം വ്യാപകമാവുകയാണ്. ഇറാനിലെ മതഭരണകൂടം, അതായത് അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം, ആ ഭരണകൂടം ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഇറാനെ തകർത്തിരിക്കുകയാണ്. അതായത് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും കഴിഞ്ഞ ജൂണിൽ നടത്തിയ ആക്രമണങ്ങൾ, ആ രാജ്യത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. പിന്നീട് ഉപരോധങ്ങൾ കാരണം ബുദ്ധിമുട്ടുകയാണ്. രാജ്യത്ത് ജനജീവിതം സ്തംഭിച്ചിരിക്കുന്നു. ഇതെല്ലാം അവിടുത്തെ മതഭരണകൂടത്തിൻ്റെ ഒരു പിടിപ്പുകേട് കൊണ്ടാണ്. വലിയ വിലക്കയറ്റമുണ്ടായിരിക്കുന്നു. ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു. വിദേശ രാജ്യങ്ങൾ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലും ആണവായുധ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ പൊതുസമൂഹത്തെയും ഇറാൻ ഭരണകൂടം അടിച്ചമർത്തുന്ന സാഹചര്യമുണ്ട്. സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്നു. ഹിജാബ്, അവരുടെ വസ്ത്രധാരണമടക്കം സർക്കാർ നിയന്ത്രിക്കുന്നത് പോലെയാകണം, അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്നത് പോലെയാകണം എന്ന സാഹചര്യമാണുള്ളത്. ഇതിനെതിരെ ഒരു പോരാട്ടമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനിൽ നടക്കുന്നത്. ഇപ്പോഴിതാ കഴിഞ്ഞ മാസത്തെ ആക്രമണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വീണ്ടും ഇറാനിൽ പ്രക്ഷോഭം കടുക്കുകയാണ്. കഴിഞ്ഞ മാസം നടന്ന പ്രക്ഷോഭങ്ങളെയെല്ലാം സർക്കാർ ശക്തമായി തന്നെ അടിച്ചമർത്തിയിരുന്നു. നിരവധി കൊലപാതകങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രക്ഷോഭകാരികളെ തട്ടിക്കൊണ്ടുപോകുന്നു. അവരെല്ലാം പിന്നീട് മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അടിച്ചമർത്തുന്നു. വളരെ കൃത്യമായി തന്നെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നു. ഇതെല്ലാം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ആളിക്കത്തിക്കുകയാണ്. വീണ്ടും ഇപ്പോൾ ഇറാനിൽ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച്, പ്രധാനപ്പെട്ട സർവകലാശാലകളെല്ലാം കേന്ദ്രീകരിച്ച് സർക്കാർ വിരുദ്ധ സംഘർഷം അല്ലെങ്കിൽ പ്രക്ഷോഭം അത് വീണ്ടും ശക്തമാവുകയാണ്. മാത്രമല്ല, പ്രക്ഷോഭകരുടെ മുദ്രാവാക്യം ഏകാധിപതിക്ക് ശിക്ഷ മരണം എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിലടക്കം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, ആ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം അവിടുത്തെ ഭരണകൂടങ്ങൾ തകർന്നടിയുന്നത് ലോകം കണ്ടതാണ്. ഇസ്ലാമിക ഭരണകൂടമാണ് ഇറാനിൽ നിലവിലുള്ളത്. ഏകാധിപത്യ ഭരണമാണ്. അവിടുത്തെ ആത്മീയ നേതാവായ അയത്തുള്ള ഖമൈനി പറയുന്നതാണ് ഇറാനിലെ അവസാന വാക്ക്. ഇതിന് മാറ്റം വരണം. ജനാധിപത്യ സംവിധാനം ഇറാനിൽ ശക്തമാകണം എന്നീ ആവശ്യങ്ങളോട് കൂടിയാണ് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ആ പ്രക്ഷോഭങ്ങൾക്ക് അമേരിക്കയുടെ അടക്കം പിന്തുണയുണ്ട്. അമേരിക്കയുടെ പടക്കപ്പലുകളടക്കം ഇറാനെ വളഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആഭ്യന്തര യുദ്ധവും സംഘർഷവും എല്ലാം ശക്തമാകുന്നത്. ഇറാനിൻ്റെ ഭരണകൂടം അല്ലെങ്കിൽ ഏകാധിപതി അയത്തുള്ള ഖമേനിയെ വധിച്ചേ അടങ്ങൂ എന്ന ഒരു മുദ്രാവാക്യവുമായി പ്രക്ഷോഭം ഇറാനിൽ ശക്തി പ്രാപിക്കുകയാണ്. അതിൽ വിദ്യാർത്ഥികളും അണിചേരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.